ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇലക്ഷൻ്റെ അവസാന ഘട്ടത്തിലാണ് വിജയ് ശങ്കറും കൂട്ടരും വളരെ ആത്മവിശ്വാസത്തിലാണ്. താൻ തന്നെ ഈ ഇലക്ഷനിൽ ജയിക്കാൻ പോകുന്നുവെന്ന് വിജയ് ശങ്കറിന് വളരെ ആത്മവിശ്വാസമാണ്. അങ്ങനെ ജഗദീഷ് വക്കീലും വിജയ് ശങ്കറും രവികുമാറും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന എത്തുന്നത്. അർച്ചനയെ കാണുന്നതും ദീപ്തിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ വിജയ് ശങ്കറും കൂട്ടരും ഞെട്ടിത്തെരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇലക്ഷൻ ഓഫീസർ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, അർച്ചന എന്താണ് ഇത്ര ലേറ്റ് ആയത്? ഈ ഇലക്ഷനിൽ നിന്ന് അർച്ചന വിട്ടുനിൽക്കുന്നു എന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, എല്ലാം വിശദമായി തന്നെ പറയാം സാർ, ഈ ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ എന്ന് പറയാണ്. അങ്ങനെ വേഗം തന്നെ അവിടെയുള്ള ഒരു ബുക്കിൽ സൈൻ ചെയ്തുകൊണ്ട് അർച്ചന ഇലക്ഷന് വോട്ട് ചെയ്യാനായി പോവുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ ജഗദീഷ് വക്കീലിനോട് പറയുന്നുണ്ട്, പണി പാളിയല്ലോ എന്ന്. ജഗദീഷ് വക്കീൽ അപ്പൊ പറയുന്നുണ്ട്, ഇതിനിടയിൽ എന്തോ തരികിട നടന്നിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ലെന്ന് പറയാണ് രവികുമാർ. അപ്പൊ തന്നെ ആ രണ്ട് പെൺകുട്ടികളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ അവരെ വിളിച്ചു കിട്ടാതെ വരുമ്പോ രവികുമാർ വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, സാർ അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഇനി നമ്മൾ ഇവിടെ ആ കാര്യം സംസാരിക്കേണ്ടെന്ന് പറയാണ്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അർച്ചനയോട് ദീപ്തി ചോദിക്കുന്നുണ്ട്, ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് നീ ഇത് എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ജഗദീഷ് വക്കീൽ അപ്പൊ പറയുന്നുണ്ട്, അർച്ചനയെ കാണാതെ ആയപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ പല വാർത്തകളും പ്രചരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളാരും അതൊന്നും വിശ്വസിച്ചില്ലെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഗ്രൂപ്പിലെ പ്രചാരണങ്ങളെല്ലാം ഞാനും കണ്ടിരുന്നു. വ്യാജ പ്രചാരണത്തിന് പിന്നിൽ ആരാണെന്നും ഞാനിവിടെ എത്തിച്ചേരാൻ വൈകിയത് എന്തുകൊണ്ടാണെന്നും തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടും. ഇതെല്ലാം മനസ്സിലായിട്ടും മനസ്സിലാകാതെ ഭാവം നടക്കുന്ന കുറെ പേർ നമുക്കിടയിലുണ്ടല്ലോ. ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ ആണെങ്കിൽ തിരിച്ചു മറുപടി പറയുന്നുണ്ട്, കാത്തിരുന്ന് നമുക്ക് കാണാമെടി. ആ തോൽവി ഏറ്റുവാങ്ങാനായി നീ കഷ്ടപ്പെട്ട് ഇവിടേക്ക് എത്തിച്ചേരേണ്ടിയിരുന്നില്ല എന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയാണ്, മിസ്റ്റർ വിജയ് ശങ്കർ ഏകപക്ഷീയമായി വിജയിക്കണമെന്ന് നിങ്ങൾ സ്വപ്നം കണ്ടു. വിജയത്തിന് ഒരു സുഖവും ഉണ്ടാവില്ല. നിങ്ങൾ മത്സരിച്ച് ജയിക്കേ, അതാണ് അന്തസ്. അപ്പൊ നിങ്ങളെ ഞാൻ ഒന്നും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളെല്ലാം സ്വയം പഠിച്ചിരിക്കും എന്നും പറഞ്ഞ് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം മുകുന്ദനാണെങ്കിൽ അർച്ചനയെ കണ്ടുകിട്ടിയെന്നുള്ള കാര്യം പറയാനായി എത്രയും പെട്ടെന്ന് തന്നെ അമ്പാട്ട് വീട്ടിലേക്ക് എത്തുകയാണ്. മുകുന്ദനെ കാണുന്നതും രമ്യയും മഞ്ജുവും രുക്കുവും വേഗം തന്നെ പുറത്തേക്ക് വരികയാണ്. രമ്യ ചോദിക്കുന്നുണ്ട്, എന്തായി മുകുന്ദേട്ടാ, ചേച്ചിയെ കണ്ടുകിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, ആ ചേച്ചിയെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, അപ്പൊ ജെകെയും കിട്ടിയോ എന്ന്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, ആ ജെകെ സാറിനെയും കണ്ടു എന്ന് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ഓ ഇപ്പൊ എല്ലാവർക്കും സത്യം ബോധ്യപ്പെട്ടല്ലോ എന്നങ്ങനെ ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ജെകെ സാർ പാലക്കാട്ടിൽ നിന്നും വന്നതോടെ ചേച്ചിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇത് ബാർ അസോസിയേഷൻ ഇലക്ഷനിൽ നടന്ന ഒരു അട്ടിമറിയാണ് എന്നങ്ങനെ മുകുന്ദൻ പറയുമ്പോൾ രുക്കുവും മഞ്ജുവും ആകെ ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുകയാണ്. രുക്കു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ ജെകെയുടെ കൂടെ പോയതിനാണോ ഇലക്ഷനിൽ അട്ടിമറി നടന്നതെന്നൊക്കെ നിങ്ങൾ വരുത്തി തീർക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. മുകുന്ദൻ അപ്പൊ ദേഷ്യം വരികയാണ്, ഇത് ഇനിയും എന്റെ ചേച്ചിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, എന്റെ അനിയന്റെ ഭാര്യയാണെന്ന് ഞാൻ നോക്കില്ല എന്നും പറഞ്ഞ് മുകുന്ദൻ രുക്കുവിനെ അടിക്കാനായി പോവുകയാണ്. രമ്യപ്പോ മുകുന്ദനെ പിടിച്ചു മാറ്റുന്നുണ്ട്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ഹേ മിസ്റ്റർ, നിങ്ങൾ എന്റെ മുഖത്തൊന്ന് കൈവച്ചു നോക്ക്, അപ്പറയാം. ഇനി അങ്ങനെ ഉണ്ടായാൽ പഴയതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ എന്നങ്ങനെ രുക്കു പറയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിലടിക്കാതെ കാര്യം എന്താണെന്ന് പറ എന്നങ്ങനെ മഞ്ജു ചോദിക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട്, രുക്കു ഒന്ന് അടങ്ങി നിൽക്ക്, കുറെ നേരമായി ഞങ്ങൾ സഹിക്കുന്നു എന്ന് പറയാണ്. മുകുന്ദൻ എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, സത്യം അറിയുമ്പോൾ നിങ്ങൾക്കാണ് അസ്വസ്ഥതയുണ്ടാവുന്നത്. എന്താണ് നടന്നതെന്ന് എനിക്കും അച്ഛനും എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. രണ്ട് സ്ത്രീകൾ ചേച്ചിയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. കെ സാറും അച്ഛനും കൂടി ചേർന്നാണ് ചേച്ചിയെ അവിടെ നിന്നും മോചിപ്പിച്ചത്. എന്തായാലും ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതോടെ ചേച്ചിയെ തടവിൽ പാർപ്പിച്ചത് ആരുടെ ആവശ്യമാണെന്ന് പുറത്തു വരും. ചേച്ചി എന്തായാലും ഇലക്ഷൻ നടക്കുന്നവിടേക്ക് പോയിട്ടുണ്ട്. ചേച്ചി എന്തായാലും അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി റിസൾട്ട് വന്നാൽ മതി. ഇതിലെന്തായാലും ചേച്ചി ജയിച്ചിരിക്കണം, എങ്കിലേ ഇതെല്ലാം മറ്റുള്ളവർക്കുള്ള ഒരു മറുപടിയാവൂ എന്നും പറഞ്ഞ് മുകുന്ദനും രമ്യയും കൂടി അകത്തേക്ക് പോവുകയാണ്. മഞ്ജു ആണെങ്കിൽ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, ഇതിപ്പോ നീ പറഞ്ഞതുപോലെ ഒന്നല്ലല്ലോ നടന്നത്. ചേച്ചി ജെകെക്കൊപ്പമല്ല പോയത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയല്ലേ. ചേച്ചിയെ ഇവിടെ കയറ്റത്തില്ലെന്ന് നമ്മൾ വീരവാദം മുഴക്കിയതെല്ലാം വെറുതെ ആയിപ്പോയില്ലേ. മുകുന്ദൻ പറഞ്ഞതുപോലെയൊക്കെയാണ് നടന്നതെങ്കിൽ ചേച്ചി ഇവിടെ വരുമ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും നടക്കില്ലല്ലോ. ഒന്നും പിടികിട്ടുന്നില്ലല്ലോ, എന്തൊക്കെയോ പുകഞ്ഞു നാറുന്നുണ്ടെന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എല്ലാം പുകഞ്ഞു പുറത്തു വരട്ടെ, അപ്പൊ എല്ലാവർക്കും എല്ലാം അറിയാനായി പറ്റും. നല്ല സംശയങ്ങൾക്ക് ഇനിയും വ്യക്തത വരാനുണ്ടെന്ന് പറയുകയാണ്. അതിനുശേഷം ചിന്നു വളരെ സന്തോഷത്തോടെ സുമിത്ര ടീച്ചറെ കാണാൻ
കാണാനായി വരികയാണ്. ടീച്ചറെ കാണുന്നതും ചിന്നു പറയുന്നുണ്ട്, മുത്തശ്ശി അമ്മേനെ വിളിച്ചിരുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഏക്കെ അങ്കിൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സുമിത്ര ടീച്ചർ പറയുന്നുണ്ട്, അവനിതാ വന്നേയുള്ളൂ. അവൻ വന്നപ്പോഴാണ് ഞാനും നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞത്. എന്നങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് JK വരുന്നത്. ചിന്നുവിനെ കാണുന്നതും JK ചോദിക്കുന്നുണ്ട്, ന്യൂനിത് എന്തു പറ്റി, ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അമ്മയുടെ കാര്യം പറയാൻ വന്നതാണ് അങ്കിളെ. കളും കുഞ്ഞമ്മാവനും ആ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ അമ്മയെ അവർ വിടില്ലായിരുന്നു. ഇലക്ഷനിൽ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി ആരോ ചെയ്തതാണെന്നാണ് ഇത് പറയുന്നത്. എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ JK പറയുന്നുണ്ട്, മോളുടെ അമ്മയെ തോൽപ്പിക്കണമെന്ന് ആരുടെ ആഗ്രഹമാണ്? എതിർ സ്ഥാനാർത്ഥി മോളുടെ അച്ഛനല്ലേ? അപ്പോ വിജയശങ്കർ തന്നെയായിരിക്കുമെന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യൂ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അങ്കിളെ. എന്നെ ജയിപ്പിക്കാൻ വേണ്ടി അച്ഛനു വേണ്ടി മറ്റാരെങ്കിലും ഇത് ചെയ്തതാണോ എന്നറിയില്ലല്ലോ. എങ്കിൽ പിന്നെ അച്ഛനാണ് ഇത് ചെയ്തെന്ന് വരുത്തി തീർക്കാൻ അച്ഛന്റെ ശത്രുക്കൾ ചെയ്തതായി കൂടെ? എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ സുമിത്ര ടീച്ചർ പറയുന്നുണ്ട്, എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞാൽ സത്യം പുറത്തു വരുമല്ലോ. ഇവരെ ശത്രുക്കൾ എന്തായാലും സ്വസ്ഥമായി ഇരുന്നോട്ടെ. ഇത് ചെയ്തവരെയും ചെയ്യിച്ചവരെയും നിന്റെ കുഞ്ഞമ്മാവൻ എന്തായാലും വെറുതെ വിടില്ല. ഗൂഢാലോചനകളെല്ലാം പുറത്തു കൊണ്ടുവരും. എന്നങ്ങനെ ടീച്ചർ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഇതിന്റെ പേരിൽ അങ്കളും മുത്തശ്ശിയും ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു. എനിക്ക് വളരെ സങ്കടമുണ്ടെന്ന് പറയുമ്പോൾ JK പറയാണ്, ഇങ്ങനെയെല്ലാം നടന്നുവെന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. എന്നങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എങ്കിൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ചിന്നു അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് സുമിത്ര ടീച്ചർ JKയോട് പറയുന്നുണ്ട്, പാവം മോള് നിന്നെയും അർച്ചനയെയും കുറിച്ച് ആലോചിച്ചു ഒരുപാട് വിഷമിച്ചു. ആയാലും ഈ ഇലക്ഷനിൽ അർച്ചന ജയിക്കണേ എന്നാണ് ഇപ്പൊ എന്റെ പ്രാർത്ഥന എന്ന് ടീച്ചർ അങ്ങനെ പറയാണ്. അതിനുശേഷം മഞ്ജു ആണെങ്കിൽ കലണ്ടറിൽ പോയി ഡേറ്റുകളെല്ലാം നോക്കുകയാണ്. എന്നിട്ട് എല്ലാവരെയും വിളിച്ചു നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, രമ്യ, രുക്കു, ചിന്നു, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? കലണ്ടറിൽ പോയി നോക്ക്, നാളെയാണ് വിഷു. എന്നങ്ങനെ മഞ്ജു പറയുമ്പോൾ എല്ലാവരും തന്നെ ഒരു കൂസലില്ലാതെ നിൽക്കുകയാണ്. ഞാനോ ചേച്ചി ഇത്ര ബഹളം വെച്ചതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. മഞ്ജു അപ്പൊ പറയാണ്, നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നോ വിഷു നേരത്തെയാണെന്ന്, എന്നിട്ട് എന്താണ് എന്നോട് പറഞ്ഞില്ല? എങ്കിലും ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങളും അവസാനമാണല്ലോ ഞാൻ അറിയുന്നത്. ആയാലും ഇപ്രാവശ്യം വിഷു ആഘോഷമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെ ഒരു അനക്കവും ഇല്ലല്ലോ. അർച്ചനേച്ചിക്ക് ചിലപ്പോ ഇതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല. കുടുംബനാഥ പറയുന്നതിനനുസരിച്ചിട്ടല്ലേ അമ്പാട്ട് വീട്ടിൽ കാര്യങ്ങളെല്ലാം നടക്കൂ. എന്നങ്ങനെ മഞ്ജു പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് മഞ്ജു ആന്റി പറയുന്നത്? ഇതുവരെ നല്ല കാര്യങ്ങൾക്കൊന്നും മുടക്കം പറഞ്ഞിട്ടില്ലല്ലോ. എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ രമ്യയും പറയുന്നുണ്ട്, വിഷു നാളെയല്ലേ, വൈകുന്നേരം ഒരുക്കങ്ങൾ തുടങ്ങിയാൽ പോരെ? എന്നങ്ങനെ അവര് വിഷുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മുകുന്ദൻ വിഷുവിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി വരുന്നത്. ചിന്നുപ്പ ചോദിക്കുന്നുണ്ട്, എന്താ മുകുന്ദൻ മാമ ഇതിലൊക്കെ എന്ന്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, മോൾ ഇതൊക്കെ ഒന്ന് തുറന്നു നോക്ക്. എന്നങ്ങനെ പറയാണ്. ചിന്നുപ്പ തന്നെ എല്ലാ കവറുകളും തുറന്നു നോക്കുകയാണ്. വിഷുവിന് വേണ്ട ഫ്രൂട്ട്സും കൊന്നപ്പൂവും എല്ലാമാണ് ആ കവറിനുള്ളിൽ. ഇതെല്ലാം കാണുമ്പോൾ ചിന്നുവിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. മഞ്ജുവിനും രുക്കുവിനുമാണെങ്കിൽ ഇതൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. മഞ്ജു ഇപ്പൊ പറയുന്നുണ്ട്, സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്, പക്ഷെ നാളെ കണി ഒരുക്കണോ വേണ്ടോ എന്ന് അർച്ചനേച്ചി വരുമ്പോ അറിയും. എന്നങ്ങനെ പറയാണ്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, ആളെന്തായാലും വിഷു ആഘോഷിക്കുന്നുണ്ട്, ചേച്ചി പറഞ്ഞിട്ട് തന്നെയാണ് ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് വന്നത്. എന്നങ്ങനെ മുകുന്ദൻ പറയുമ്പോൾ ചിന്നു മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, മഞ്ജു ആന്റി ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്. മഞ്ജു അപ്പോ വേഗം തന്നെ കരഞ്ഞഭിനയിക്കുകയാണ്. എല്ലാവരും തന്നെ എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. മഞ്ജു അപ്പ പറയുന്നുണ്ട്, അനന്തേട്ടനും മോളും അടുത്തില്ലാതെ എനിക്ക് എന്താഘോഷമാണ്? അല്ലെങ്കിൽ അനന്തേട്ടനെയും മോളെയും വിഷുക്കണി വീഡിയോ കോൾ ചെയ്ത് കാണിക്കാമല്ലേ എന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യാം, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. മുകുന്ദൻ അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് കൊണ്ടുവയ്ക്കാനായി പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജുവും രമ്യയും ചിന്നുവും കൂടി സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് പോവുകയാണ്. രുക്കു ആണെങ്കിൽ നാളത്തെ വിഷു എങ്ങനെ തകർക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് ചന്ദ്ര രുക്കുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. രുക്കുവിനോട് എന്നിട്ട് ചന്ദ്ര പരിഭവം പറയുന്നുണ്ട്, രുക്കു നിനക്ക് എന്താണ്, എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രം അങ്ങോട്ടേക്ക് വിളിച്ചാൽ പോരല്ലോ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ചേച്ചി, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത് എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നാളെ വിഷുവല്ലേ, നീയും അച്ചുവും കൂടി ഇന്ന് വൈകിട്ട് ഇങ്ങോട്ടേക്ക് വരണം. എപ്പോഴും നിന്റെ ഏട്ടന്റെ കയ്യിൽ നിന്നല്ലേ ആദ്യമായി വിഷു കൈനീട്ടം വാങ്ങുന്നത്. ആവശ്യവും കല്യാണം കഴിഞ്ഞു എന്ന് വെച്ച് അതിനൊരു മുടക്കവും വരാൻ പാടില്ല. ഈയും അച്ചുവും വിഷു കൈനീട്ടം വാങ്ങിച്ച് രാവിലെ ഭക്ഷണവും കഴിച്ച് ഇവിടെ നിന്ന് പൊയ്ക്കോ. എന്നങ്ങനെ ചന്ദ്ര പറയുന്ന സമയത്ത് രുക്കു പറയുന്നുണ്ട്, ചേച്ചി അച്ചു എപ്പോ വരുമെന്ന് എനിക്കറിയില്ല, ഇങ്ങോട്ടേക്ക് വരുമോ എന്നും
അതൊന്നും എനിക്കറിയില്ല എന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് കേൾക്കണ്ട, നീയും അച്ചും ഇവിടെ എത്തിയിരിക്കണം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷുവാണ്. അച്ചുവിന് ജോലി കിട്ടിയിട്ടുള്ള വിഷുവും. അർച്ചനയുടെ കയ്യിൽ നിന്നല്ല നിങ്ങൾ ആദ്യമായി വിഷു കൈനീട്ടം വാങ്ങേണ്ടത്, എൻ്റെ അടുത്തു നിന്നും വിജയേട്ടൻ്റെ അടുത്തു നിന്നുമാണ്. അതുകൊണ്ട് നീയും അച്ചും ഇങ്ങോട്ടേക്ക് വന്നിരിക്കണമെന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. രുക്കുവപ്പ ആ ശരിയെന്നും പറയുന്നുണ്ട്. പിന്നീട് ചിന്നുവും രമ്യയും കൂടി വിഷു ഒരുക്കങ്ങൾക്കായി വിളക്കെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ജു ആണെങ്കിൽ ഇതെല്ലാം നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രുക്കുവും കൂടി വരുന്നത്. അഞ്ജു ആണെങ്കിൽ വാ തോരാതെ ഞങ്ങളുടെ കുടുംബത്തിൽ വിഷുക്കണി അങ്ങനെയൊക്കെയായിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു എന്ന് പറഞ്ഞ് വീരവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് രമ്യയ്ക്കും രുക്കുവിനും ഇട്ടൊരു കൊട്ടും കൊടുക്കുന്നുണ്ട്. എൻ്റെ മോളുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വിഷു അടിപൊളിയായേനെ, പക്ഷേ ചെയ്യാനാ അവള് ബോർഡിംഗ് സ്കൂളിലായി. രമ്യക്കാണെങ്കിൽ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമില്ല. രുക്കുവിനും ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ എന്ന് മഞ്ജു അങ്ങനെ പറയുന്ന സമയത്ത് ചിന്നുവിനും രമ്യക്കും സങ്കടാവുന്നുണ്ട്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, മഞ്ജു ആന്റി ഇപ്പൊ എന്തിനാണ് അതൊക്കെ പറയുന്നത്, വിഷയം വിട്ടേക്ക് എന്ന് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ഞാനിപ്പോ കുട്ടികൾ വേണ്ടെന്ന് വെച്ചിട്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിഷുവിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാമെന്ന് വിചാരിക്കുകയാണെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, വീട്ടിലും വിഷു ഉണ്ടാവുമല്ലോ, പിന്നെ എങ്ങനെയാണ് അവരെല്ലാം ഇങ്ങോട്ടേക്ക് വരുന്നത്, പിന്നെ വേറെ 2 പേർ വിളിച്ചാൽ എന്തായാലും ഇങ്ങോട്ടേക്ക് വരും, AK സാറും ടീച്ചറും അവരെന്തായാലും വിളിച്ചാൽ ഇങ്ങോട്ടേക്ക് വരും, ചേച്ചിക്കും അതൊരു സന്തോഷമാവുമെന്ന് പറയുമ്പോൾ ചിന്നുവിനും രമ്യയ്ക്കും മഞ്ജു പറഞ്ഞത് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല. ചിന്നു അപ്പൊ രമ്യയോട് പറയുന്നുണ്ട്, രമ്യാൻറ്റി നമുക്ക് അപ്പുറത്തേക്ക് പോവാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വിളക്കുകളെല്ലാം എടുത്ത് അപ്പുറത്തേക്ക് പോവുകയാണ്. മഞ്ജു അപ്പൊ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഒരു തെറ്റുമില്ല മഞ്ജു ചേച്ചി, ചേച്ചി കൂടി ഉള്ളപ്പോഴായിരുന്നു ഇത് പറയേണ്ടിയിരുന്നത് എന്നങ്ങനെ പറയാണ്. പിന്നീട് അമ്പാട്ട് വീട്ടിലാണെങ്കിൽ വിഷുക്കണിയെല്ലാം ഒരുക്കി മുഗ്ധനും കൂടി അർച്ചനയുടെ കണ്ണടച്ചു പിടിച്ചുകൊണ്ട് വിഷുക്കണി കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അർച്ചന എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, അനിയനും ചേട്ടനും കൂടി വിഷുക്കണി ഒരുക്കിയതെല്ലാം കൊള്ളാം, പക്ഷേ ഉണ്ണിക്കണ്ണൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൃഷ്ണന്റെ വേഷവും കെട്ടി ഉണ്ണിമോള് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ണൻ ഇവിടെ ഉണ്ട് ആന്റിയമ്മേ എന്ന്. അങ്ങനെ ഉണ്ണിമോളെ കാണുന്നതും അർച്ചനയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.